ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും. അപ്പോൾ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തലേന്നേ എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ട് ഇഡ്ഡലി വേണം അമ്മേന്ന്. അങ്ങനെ ഞാൻ ഇഡ്ഡലി സാമ്പാറും ചട്നി ആക്കി കേട്ടോ. അപ്പോൾ അവന് സ്കൂൾ പോകേണ്ട ദിവസമായതുകൊണ്ട് തന്നെ അവനെ ഒന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് യൂണിഫോമൊക്കെ ഇടിയിച്ച് അവനെ പറഞ്ഞയച്ചതിന് ശേഷം എനിക്ക് ടൗണിൽ പോകേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ടൗണിലോട്ട് പോയത്. എനിക്ക് ആദ്യമായിട്ടൊരു കൊറിയർ കിട്ടി കേട്ടോ. പിന്നെ കൊറിയർ അയക്കേണ്ടിയുണ്ടായിരുന്നു ഒരു ഡ്രസ്സിൻ്റെ. അവരെൻ്റെ അടുത്ത് തന്നെ മെറ്റീരിയൽ എടുത്ത് അടിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ലോഡഡ് ഫ്രൈസൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. പിന്നെ എനിക്ക് കൊടുക്കേണ്ട ഒരു ഫ്രോക്ക് ഉണ്ടായിരുന്നു, നൈറ്റി ഫ്രോക്കാണ്. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ തീർത്തിട്ട് വേണം ഈ കൊറിയർ അയക്കേണ്ടതും കൂടി ഒന്ന് നോക്കാൻ. അങ്ങനെ നമ്മൾ ഈ നൈറ്റി ഫ്രോക്ക് പിന്നെ ഇതാണ് കേട്ടോ, പഫ് കൈ വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഫൂട്ടൊക്കെ വാങ്ങിയ വീഡിയോ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ചുരുക്കിടുന്ന മറ്റേ ഫൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചക്ക് സാമ്പാറും ചക്കപ്പുഴുക്കുമായിരുന്നു. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. നൈറ്റി ഫ്രോക്കിൻ്റെ തന്നെയാണ്. പിന്നെ ഒരു ബ്ലൗസ് കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ കൊറിയർ അയക്കേണ്ട മെറ്റീരിയൽ ഇതായിരുന്നു. നമ്മൾ അടിച്ചിട്ട് ഓപ്പൺ ആയിട്ടുള്ള ചുരിദാർ, അങ്ങനെ അതും ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു ചുരിദാറും ഈ ഒരു കളറിൽ വരുന്ന സൈഡ് ഓപ്പൺ ആണ് കേട്ടോ. അപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ, സൂപ്പർ മഴയായിരുന്നു. നല്ല ചൂട് പക്കവടൊക്കെ കഴിക്കേണ്ട ഒരു മൂഡിലായിരുന്നു. പക്ഷെ അതൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മളെ മീൻകുട്ടൻ ഇങ്ങനെ പാഞ്ഞ് കളിക്കുന്നുണ്ട്. അപ്പോൾ 2 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ചെയ്ത ഡ്രസ്സൊക്കെ നമ്മളൊന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കൊറിയർ ബാഗ് ഞാൻ വാങ്ങിയത് ത്രെഡ് ഹൗസിൽ നിന്നാണ്. 10 രൂപ ചെറുതിനും 20 രൂപ വലുതിനാണ് കേട്ടോ. ഞാൻ വലുതാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ അഡ്രസ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒന്നൊന്ന് എഴുതിയിട്ട് നമ്മൾ മാറ്റി എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ അഡ്രസ്സൊന്നും മാറിപ്പോകരുതല്ലോ. ആദ്യമായിട്ട് അയക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചില ആൾക്കാർ കുറേ അയക്കുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് ഒന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ ആദ്യത്തെ സംഭവമാണ്. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ച് അഡ്രസ്സൊക്കെ എഴുതി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കൊറിയർ ബാഗിൽ അവിടെ അഡ്രസ്സ് വെക്കാൻ തന്നെ വേറൊരു പോക്കറ്റ് പോലത്തെ ഒരു കവറുണ്ട്. പിന്നെ ആ ഒരു ചെറിയൊരു സ്റ്റിക്കർ പറിച്ചിട്ട് വേണം അത് നമ്മൾ അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പുറത്തൊക്കെ ഒന്നും പോവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട് ഇതിന് സ്റ്റിക്കർ ആവോ എന്ന്. അങ്ങനെ നമ്മളൊന്ന് ചെക്കെല്ലാം ചെയ്ത് നോക്കി. അപ്പോൾ ഡ്രസ്സ് ഇനി അതിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ പണ്ടേയുള്ള ആഗ്രഹമാണ് എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ. കുറച്ച് എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനും കുറച്ച് ടൈം വേണം. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഇടയ്ക്ക് എൻ്റെ സ്റ്റാൻഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അതുകൊണ്ടൊന്നും അറിയില്ല, അങ്ങനെയല്ല. പിന്നെ അപ്പോൾ അതിന് ചെറിയൊരു ആട്ടമൊക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫോൺ വെച്ചപ്പോൾ ഒന്നിക്കിൽ താണു പോകും, അല്ലെങ്കിൽ കിട്ടില്ല. അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ക്യാമറ എടുക്കാൻ. പിന്നെ എഡിറ്റ് ചെയ്യാൻ രാത്രിയൊക്കെയാണ് ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുക. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ അതിൽ വെച്ച് കൊടുത്തു. അപ്പോൾ കുറേ വീഡിയോസൊക്കെ കാണാറുണ്ട്, കുറേ കഷ്ടപ്പെട്ട വീഡിയോ ദിവസം ഇട്ടാലേ ഒന്ന് ഇതായി വരുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ ഇടുന്നുണ്ട് വീഡിയോസ്, പക്ഷേങ്കിൽ എല്ലാം കുറച്ച് ദിവസം ഗ്യാപ്പ് വന്നിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ വെച്ച് കൊടുത്ത് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെയും ഒരു സ്റ്റിക്കറുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഷോർട്ട് വീഡിയോസ് ഇത് കൊറിയർ അയക്കുന്ന ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബായ്.